ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ BA സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള സോഷ്യോളജി ഓഫ് കേരളം എന്ന പേപ്പറിൻ്റെ 2022 നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ആൻസർ കീയുടെ ഭാഗമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കാണണമെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിഷർ ഫോക്സ്? ഫിഷർ ഫോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുക്കുവന്മാരെയാണ്. അതായത് മീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടലിനടുത്ത് ഉപജീവനമാർഗം നടത്തി ജീവിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ മുക്കുവന്മാരായിട്ടുള്ള ആളുകളെയാണ് ഫിഷർ ഫോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫാമിലി. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാദറും മദറും മക്കളും അടങ്ങിയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയാം. മൂന്നാമത്തെ, സംഘം എറ. BC 3-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തെയാണ് സംഘകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ചരിത്ര കാലഘട്ടം ആരംഭിക്കുന്നത് തന്നെ ഒരു സംഘകാലഘട്ടത്തിലൂടെയാണ്. തമിഴ്നാട്, അതുപോലെ കേരളത്തിൻ്റെ ഭാഗം, അതുപോലെ ശ്രീലങ്കയുടെ ഭാഗമൊക്കെയാണ് ഈ ഒരു സംഘകാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന ഭാഗങ്ങൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലിറ്ററസി. ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എഴുതാനും വായിക്കാനും അറിയെങ്കിൽ അതിനെയാണ് സാക്ഷരത അല്ലെങ്കിൽ ലിറ്ററസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കാസ്റ്റ്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? നമുക്കറിയാം, ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റമാണ്. അതായത് സൊസൈറ്റിയെ ഒരു ഹൈറാർക്കിയൽ ബേസിൽ ജാതിയായിട്ട് തരംതിരിക്കുന്നതിനെയാണ് ജാതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും മറ്റൊക്കെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ തീരദേശം. കോസ്റ്റൽ ബെൽറ്റ് അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തിനെയാണ് തീരദേശം എന്ന് പറയാം. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ കടലിനോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശമാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. മണൽ നിറഞ്ഞ മണ്ണാണ് പ്രധാനമായിട്ട് ഈ പ്രദേശത്തുള്ളത്. അതുപോലെ തെങ്ങ്, നെല്ല് തുടങ്ങിയിട്ടുള്ള വിളകളായിരിക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക. പ്രധാനമായിട്ടും മുക്കുവന്മാരാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക. കടലുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗ്ഗമായിരിക്കും അവർക്ക് ഉണ്ടാവുക. നെക്സ്റ്റ്, ഡിസ്കസ് ദ ലാൻഡ് റിലേഷൻ. ലാൻഡ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാൻഡും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെയാണ് ലാൻഡ് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എട്ടാമത്, വാട്ട് ഈസ് ആൻറ്റി കാസ്റ്റ് സ്ട്രഗിൾസ്. ജാതീയതക്കെതിരെ വന്ന സ്ട്രഗിൾസിനെ അല്ലെങ്കിൽ മറ്റൊക്കെയാണ് നമ്മൾ ആൻറ്റി കാസ്റ്റ് സ്ട്രഗിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ജാതീയത വളരെയധികം പ്രബലമായിരുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ഒരുപാട് മൂവ്മെൻറ്റുകളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ആ തരത്തിലുള്ള മൂവ്മെൻറ്റിനെയാണ് ആൻറ്റി കാസ്റ്റ് സ്ട്രഗിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാട്രിലിനി. വംശപരമ്പര മാതാവിലൂടെ അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പോകുന്നതിനെയാണ് മാട്രിലിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്പൃശ്യത. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ കാണാനോ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാനോ തൊടാനോ എന്നുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെയാണ് അൺടച്ചബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഇൻ കേരള. മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന രീതിയിലാണ് കേരളത്തിലെ ആരോഗ്യ സൂചകങ്ങളുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിലുള്ള ആരോഗ്യസ്ഥിതികളാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊക്കെയാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി അങ്ങനെ 3 ചികിത്സാ സംവിധാനങ്ങളും കേരളത്തിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആശുപത്രികൾ, PHCകൾ, CHCകൾ തുടങ്ങിയിട്ടുള്ള ആ രീതിയിലൂടെ വളരെ മികച്ച രീതിയിലുള്ള ഹെൽത്ത് സിസ്റ്റമാണ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗൾഫ് മൈഗ്രേഷൻ. ഗൾഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നതിനെയാണ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൾഫ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ജോലിക്ക് അല്ലെങ്കിൽ മറ്റു ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് പോകുന്നതിനെയാണ് ഗൾഫ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട് ഓൺ ഹിന്ദു മാരേജ് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിവാഹത്തിന് മതപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽ 2 വ്യക്തികൾ തമ്മിലുള്ള പവിത്രവും മതപരമായിട്ടുള്ള ഐക്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പരമ്പരാഗതമായിട്ട് പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാക്രഡ് ആയിട്ടുള്ള ഒരു മാരേജാണ് ഹിന്ദു വിവാഹം എന്ന് പറയുന്നത്. 14ാമത്തെ, ചട്ടമ്പി സ്വാമികളെ പറ്റി പറയാനാണ്.
1800കളുടെ അവസാനത്തിലാണ് കേരളത്തിൽ വന്നൊരു സാമൂഹ്യ മതപരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഒരു നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ബ്രാഹ്മണർക്ക് സമ്പൂർണ്ണ അധികാരം നൽകിയിരുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പോരാടി. കേരളത്തിൽ നിലനിന്നിരുന്ന ഹിന്ദു ജാതീയതയ്ക്കെതിരെ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തി. അതുപോലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിച്ചു. സ്ത്രീകൾ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്ന് വാദിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്ന ഒരു വ്യത്യസ്ത പാതകളാണെന്ന് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് സോഷ്യൽ റിനൈസൻസ്? ഒരു പക്ഷേ നിങ്ങൾ കേൾക്കാത്തൊരു വേർഡായിരിക്കും സോഷ്യൽ റിനൈസൻസ് എന്ന് പറയുന്നത്, സാമൂഹ്യ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് റിഫോമേഴ്സ്, അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളും മറ്റുമൊക്കെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള അതാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ അത്രയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. കുറച്ചൊരു 50 വേർഡിൽ ഒതുങ്ങുന്ന രീതിയിൽ എഴുതിയാൽ മതി. പിന്നെ ഈ ആൻസർ കീപാട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ്: ഡിസ്കസ് ദ ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് ചോള ചേര ഏജ് ഇൻ കേരള. കേരളത്തിൽ ചോള ചേര രാജവംശത്തെ പറ്റി എഴുതാനാണ് പറയുന്നത്. സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ള പ്രധാനപ്പെട്ട 2 റൂളേഴ്സാണ്, ഡൈനാസ്റ്റീസാണ് ചോള ചേര വംശം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ 3 പ്രധാന രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്: ചോള, പാണ്ഡ്യ, ചേര. അതിൽ ഏറ്റവും വലിയ ചേര രാജാവ് എന്ന് പറയുന്നത് സെങ്കുട്ടുവനായിരുന്നു. BC 1-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലായിരുന്നു ചേര രാജവംശം ശക്തമായ രീതിയിൽ തമിഴകത്ത് നിലനിന്നിരുന്നത്. മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് സുഗന്ധവ്യഞ്ജന വ്യാപാര ബന്ധവും മറ്റൊക്കെ അത് ഉണ്ടായിരുന്നു ഇവർക്ക്. ചേളന്മാരുടെ രാജാവ് എന്ന് പറയുന്നത് കരികാലനായിരുന്നു. ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിലായിരുന്നു ചോളന്മാർ ശക്തമായിട്ട് നിന്നിരുന്നത്. തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ സാമ്രാജ്യമായിരുന്നു ചോള രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും മനസ്സിലാക്കുക, സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട 2 രാജവംശമായിരുന്നു ചേര ചോള വംശം എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ: എലിക്കേറ്റ് ദ ഐഡിയ ഓഫ് നായർ തറവാട്. നായർ തറവാടിനെ കുറിച്ച് എഴുതാനാണ്. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ഒരു കുടുംബ സമ്പ്രദായമാണ് നായർ ഫാമിലി എന്ന് പറയുന്നത്. സ്ത്രീകൾക്കാണ് ഇവിടെ ഉയർന്ന പദവി ഉണ്ടായിരുന്നത്. അവർക്കൊന്നിലധികം പങ്കാളികളെ ലഭിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെ അമ്മയുടെ കുടുംബത്തിലെ കുട്ടികളായി അംഗീകരിക്കുകയും ജീവശാസ്ത്രപരമായിട്ടൊരു പിതാവിൻ്റെ ഔപചാരിക ബന്ധം ആവശ്യമില്ലാതിരിക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു മാട്രിയാർക്കൽ ഫാമിലി സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മദർ സെൻറ്റേഡ് ഫാമിലി സിസ്റ്റം ആയിരുന്നു നായർ തറവാട്ടിൽ ഉണ്ടായിരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ: ബ്രീഫ്ലി അനലൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയലിസം ഇൻ കേരള സൊസൈറ്റി. കേരളത്തിൽ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വന്നത് എന്നതിനെ പറ്റിയാണ് എഴുതേണ്ടത്. ഇന്ത്യയിൽ കോളനിവൽക്കരണം വന്ന പോലെ തന്നെ കേരളത്തിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് അതിൻ്റെ പ്രതിഫലം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായത്. ഇപ്പം നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ ഏകദേശം കുറേ വർഷങ്ങൾ 200ഓളം വർഷം കോളനിയാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള പല സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയുള്ള പ്രകൃതി വിഭവങ്ങൾ തൊഴിലാളികളുടെ അധ്വാനത്തൊക്കെ ചൂഷണം ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നിലമ്പൂരിലെ റെയിൽ സർവീസൊക്കെ വരുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്, ഷൊർണൂർ നിലമ്പൂർ. കാരണം എന്ന് വെച്ചാൽ നിലമ്പൂർ ഒരുപാട് തേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പോൾ ടെക്നോളജിക്കലായിട്ടും അതുപോലെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു. മോഡേൺ എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്നു. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരുപാട് ഇമ്പാക്റ്റുകൾ കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ: ഇല്ലസ്ട്രേറ്റ് ദ ഐഡിയ ഓഫ് മാരേജ് എമംഗ് മുസ്ലിംസ്. മുസ്ലിം മാരേജ് സിസ്റ്റത്തെ പറ്റിയാണ്. കേരളത്തിൽ ഇസ്ലാമിൽ വിവാഹം ഒരു മതപരമായിട്ടുള്ള കടമയായിട്ടും അതുപോലെ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറായിട്ടാണ് അംഗീകരിക്കുന്നത്. സമൂഹത്തിലെ ജനങ്ങൾക്ക് നിയമത്തിൻ്റെ അംഗീകാരത്തോടെ കുട്ടികളെ ജനിപ്പിക്കാനും അവരെ വളർത്താനും ഒരു സാധാരണ കുടുംബ ജീവിതം നയിക്കാനും വിവാഹം അത്യാവശ്യമാണ്. അതുപോലെ പലതരത്തിലുള്ള നിക്കാഹുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മുസ്ലിം മാരേജ്, മുട്ട, അതുപോലെ സാധാ നിക്കാഹ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു നിക്കാഹ്
സാധുവാണെങ്കിൽ ഒരു സാക്ഷി, 2 സാക്ഷികൾ, അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾ, രക്ഷിതാവ് തുടങ്ങിയിട്ടുള്ള ആളുകൾ നിർബന്ധമാണ്. അപ്പോൾ ജസ്റ്റ് ഇസ്ലാമിക് മാരേജുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതിൽ എഴുതേണ്ടത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, നരേറ്റ് ദ റോൾ ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ ദ റിഫർമേഷൻ ഓഫ് കേരള സൊസൈറ്റി. കേരള സൊസൈറ്റിയുടെ റിഫർമേഷനിൽ, പുരോഗമനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്ക് എന്താണ് എന്നതിനെ പറ്റിയാണ് എഴുതേണ്ടത്. നമുക്കറിയാം, കേരളത്തിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു സോഷ്യൽ റിഫോർമറാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് SNDP എന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന കൺസെപ്റ്റിലൂടെ ജാതീയതയ്ക്കെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈഴവ വിഭാഗത്തിന്, അതുപോലെ താഴ്ന്ന വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ജാതിയുമായി ബന്ധപ്പെട്ട് ജാതീയതയ്ക്കെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ലുക്ക് ദ ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് ഫാമിലി. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തെക്കുറിച്ച് എഴുതാനാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, ഫാമിലിയിലെ ഒരു ടൈപ്പാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകൾ ഒരു വീട്ടിൽ ഒരു പ്രത്യേക കോമൺ കിച്ചണും മറ്റൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട്ടിൽ കഴിയുന്ന, അല്ലെങ്കിൽ കോമൺ ആരാധനയുമായി ബന്ധപ്പെട്ട് കഴിയുന്നതിനെയാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എമർജൻസ് ഓഫ് ബ്രാഹ്മണിസം ഇൻ കേരള. കേരളത്തിലെ ബ്രാഹ്മണിസത്തിൻ്റെ എമർജൻസിനെ പറ്റി എഴുതാനാണ്. കേരളത്തിൽ തുടക്കം മുതൽ തന്നെ, ഏകദേശം ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ബ്രാഹ്മണരുടെ കുടിയേറ്റം ഉണ്ടാകുന്നത്. പിന്നെ 8-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ഇതൊരു വലിയ സംഘം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ വരവോടുകൂടി കേരളത്തിലെ സമൂഹത്തിലും സംസ്കാരത്തിലും ഒരുപാട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ ജാതിയിൽ ഉയർന്നവരും, പുരോഹിതവർഗം, അതുപോലെ ജാതി വ്യവസ്ഥയിൽ ഉയർന്ന സ്ഥാനമുള്ളവർ, സംസ്കൃതത്തിൻ്റെ ഉപയോഗം, അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നമ്മളെന്താണ് പൊക്കി വെക്കുകയാണ് ചെയ്തത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഭരണം, അതോറിറ്റി മതപരമായിട്ടും മറ്റുമൊക്കെ ഉണ്ടാവും. അതുപോലെ സ്വന്തമായിട്ട് അമ്പലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. അപ്പോൾ കേരളത്തിൽ തുടക്കത്തിൽ ഇല്ലായിരുന്നു. പിന്നീട് BC 2-8 നൂറ്റാണ്ടുകളിലൊക്കെ ആയിട്ടാണ് കേരളത്തിൽ ബ്രാഹ്മണന്മാർ കേരളത്തിലേക്ക് വരുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. നമുക്കറിയാം, ജാതീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റമാണ്. 4 തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഉയർന്ന ജാതി, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്ര. ഒരുപാട് പ്രശ്നങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ അൺടച്ചബിലിറ്റി, സിവിൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നിങ്ങൾ ജനറലായിട്ട് എഴുതാവുന്നതാണ്. അത് എഴുതിയാൽ മതി. അടുത്ത സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ്, ബ്രീഫ്ലി അനലൈസ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് കേരള. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽപ്പെട്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കേരളത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സംസ്കാരം മറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങളും അല്ലെങ്കിൽ കച്ചവടങ്ങളും മറ്റൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. മത്സ്യബന്ധനമായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇടനാട്. കടലിനോട് തീരപ്രദേശത്തിനോടും അതുപോലെ മലനാടിന് ഇടയിൽ വരുന്ന പ്രദേശത്തിനെയാണ് ഇടനാട് എന്ന് പറയാം. ഏകദേശം 15 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് മണ്ണാണ് ഇവിടെ ഉണ്ടാവുക. മരച്ചീനി, നെല്ല്, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്തിനെയാണ് ഇടനാട് എന്ന് പറയുക. മൂന്നാമത്തേതാണ് മലനാട്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘട്ടിൽ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള മലനാട്, കുന്നുകൾ, വനങ്ങൾ, നദികൾ എന്നിവയ്ക്ക് പേര് കേട്ട അതിനെയാണ് മലനാട് എന്ന് പറയുന്നത്. അതായത് ഒരു ഭാഗം കടലിനോട് ചേർന്ന ഭാഗം തീരപ്രദേശം, അതിനോട് അടുത്ത പ്രദേശം ഇടനാട്, ഏറ്റവും ഈ ഭാഗത്ത് കേരളത്തിൻ്റെ വെസ്റ്റ് ഭാഗത്ത് വരുന്ന അതിനെയാണ് നമ്മൾ മലനാട് എന്ന് പറയും. മലകളും മറ്റൊക്കെയുള്ള പ്രദേശത്തെ. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഡിസ്കസ് മേജർ കാസ്റ്റ് സ്ട്രഗിൾസ് ഇൻ കേരള ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്സ്, പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും അതുപോലെ ദളിതുകൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, ജാതീയത പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും മറ്റൊക്കെയാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ആർ ദ മേജർ ലിവ്ലിഹുഡ് ഇഷ്യൂസ് ഇൻ കേരള സൊസൈറ്റി? കേരളത്തിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ്, കേരളത്തിൽ ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഇതിൽ എഴുതേണ്ടത്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കേരളത്തിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത രീതിയെ പറ്റി എഴുതാം, ഫുഡ് ഹാബിറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇൻകം സെക്യൂരിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ തൊഴിലില്ലായ്മ ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ തുടങ്ങിയിട്ട് ജനറലായിട്ട് കേരളം ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. നെക്സ്റ്റ്, നരേറ്റ് ദ ജെൻഡർ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ഡയമെൻഷൻസ്. ആൺ പെൺ റിലേഷനും അതിൻ്റെ സോഷ്യൽ ഡയമെൻഷൻ, സാമൂഹികമായിട്ട് അതിനെ എങ്ങനെയാണ് കാണുന്നതിനെ പറ്റിയാണ് ഇതിൽ എഴുതേണ്ടത്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ. പ്രത്യേകിച്ച് വർക്കിംഗ് ഏരിയയിലും ഇപ്പോൾ ചില മേഖലകളിൽ സ്ത്രീകൾക്ക് താഴ്ന്ന പദവിയായിരിക്കും, ശമ്പളം മറ്റൊക്കെ ചില മേഖലയിൽ ഈക്വലായിട്ടായിരിക്കും. അതുപോലെ സ്വത്ത് അനന്തരാവകാശ കൈമാറ്റത്തിലും സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചില ഫാമിലി സിസ്റ്റം, മാട്രിയാർക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങളും മറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതിലൊക്കെ സ്ത്രീ പുരുഷ മാറ്റങ്ങൾ, അങ്ങനെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ പീഡനങ്ങൾ, വീട്ടിലുള്ള പീഡനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ആ കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ എസ്സേയിൽ വരുന്നത് അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മറ്റുള്ള പേപ്പേഴ്സിന്, സോഷ്യോളജി പേപ്പേഴ്സിനെ അപേക്ഷിച്ച് കൂടുതൽ പെട്ടെന്ന് പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇതിൻ്റെ ആൻസർ കീ പ്രത്യേകം നിങ്ങൾ നോക്കുക. അതാണ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ആൻസർ കീ ആയതുകൊണ്ട് തന്നെ അതുപോലെയാണ് നിങ്ങൾ ഏകദേശം എഴുതേണ്ടത്. ജസ്റ്റ് സിൻസ് മാത്രമാണ് അത് എലാബറേറ്റ് ചെയ്താണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.